ശരി പറയുമോ? പിന്നെ എന്താണെന്നറിയാമോ, ഇതിന്റെ ഈ എന്തുകൊണ്ടാണ് ഈ പെരുപ്പം വന്നതെന്നുള്ളത് ആരാണ് ഉത്തരവാദി എന്നുള്ളതും കൂടി ഞാൻ ആദ്യം പറയാം. ഞാനിപ്പോ ലൈവില് വന്നിട്ടുണ്ട്, കുറച്ചാളായിട്ട് ഞാൻ എന്റെ വർക്കിലായിരുന്നു, തിരക്കായതുകൊണ്ട്. അതായത് ഈ ഹൈബ്രിഡ് നായക്കച്ചവടം നടക്കുന്നുണ്ട് ഇവിടെ. ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ, മാമ അതിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ മുസ്ലിംസ് സംരക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ എന്ത് അടിസ്ഥാനത്തിലാണ്? ഇതിൽ റിലീജിയൻ എവിടെയാണ് ഒരു സബ്ജക്റ്റ് ആയിട്ടുള്ളത്? അതായത് എന്താണെന്നറിയാം, അത് പറയാം. ഇപ്പൊ ഞാൻ ഇതിനകത്ത് കണ്ടിരിക്കുന്നത് മുഴുവനും കൊല്ലണം കൊല്ലണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നം പറയുന്ന ആൾക്കാരുടെ പേര് നോക്കിയപ്പോ ഈ വന്യജീവികളുടെ കാര്യം പറയുമ്പോൾ അത് ക്രിസ്ത്യാനികളാണ്, ഇവിടെ ഈ നായ്ക്കളുടെ കാര്യം പറയുമ്പോൾ മുഴുവനും ഇവരാണ്. എന്നാൽ നല്ല നല്ല ആൾക്കാർ നമ്മുടെ കൂടെ നല്ല മുസ്ലിംസ് മുഴുവൻ ഇതിനെ നോക്കുന്നവരുമാണ്. അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ പട്ടികൾ ഏതെങ്കിലും മതം നോക്കിയാണോ കടിക്കണേ? പട്ടികളെ കടിക്കുമ്പോൾ എല്ലാ ആളുകളും കടിക്കാറുണ്ട്, പട്ടി ആരുടെങ്കിലും മതം നോക്കിയല്ല കടിക്കാറുള്ളത്. ഞാൻ പട്ടിയെ കുറിച്ചല്ലോ സാർ പറയുന്നത്. യെസ്, അല്ല ഞാൻ അല്ല അതിനൊരു വിഷയം എന്താന്ന് പറഞ്ഞാൽ, പട്ടി പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ആണ്. അപ്പൊ അത് ഹിന്ദുക്കള് ആണ് അല്ലെങ്കിൽ മുസ്ലിങ്ങളാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാണ് എന്ന് നോക്കിയിട്ട് പട്ടി കടിക്കാറില്ല. അതേപോലെ തന്നെ ലെറ്റ് മീ ഫിനിഷ് മൈ പോയിന്റ്. അതിൽ പട്ടികൾ മതം നോക്കിയിട്ടല്ല കടിക്കാറുള്ളത്. അതേപോലെ പട്ടികളുടെ ഉപദ്രവം സഹിക്ക വയ്യാഞ്ഞിട്ട് അതിനെതിരെ പ്രതികരിക്കുന്ന ആളുകൾ ഏതെങ്കിലും മതത്തിൻ്റെ ആളുകളായിട്ട് നിന്നുകൊണ്ടല്ല സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ പോസ്റ്റിൻ്റെ താഴെ തന്നെ കാണാം, എല്ലാ മതവിഭാഗങ്ങളിലുള്ള ആളുകൾ അതിനനുകൂലമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ സാർ ഇത് എന്താണെന്നറിയാമോ, ഇവർക്ക് തൊടാൻ പാടില്ല എന്നുള്ളൊരു അത്തരം അല്ല അത് നിങ്ങൾ ഈ മതവുമായി അതിന് ദയവായി ബന്ധപ്പെടുത്തരുത്. മതവുമായിട്ട് ദയവായിട്ട് ഇതിനെ നിങ്ങൾ ബന്ധപ്പെടുത്തരുത്. എന്നാ അത് മാറ്റി വയ്ക്കൂ പോട്ടെ, അത് മാറ്റി വയ്ക്കൂ. ഞാൻ ആദ്യം പറഞ്ഞത് അതിന്റെ പെരുപ്പമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ പറയാം, ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാട്ടോ. ഞാൻ പറഞ്ഞു വരുമ്പോഴേക്കും ആൾക്കാർ വേറെ കാര്യം, പിന്നെ നമ്മുടെ ഇപ്പൊ ഞാൻ അതന്നെ ലൈവായിട്ട് വരുമ്പോൾ എനിക്ക് മുഴുവൻ പറയാൻ പറ്റൂല്ലോ. പിന്നെ ന്യൂസ് 24 എന്നെ വിളിച്ചു, ഹാഷ്മി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ പറയുന്നൊക്കെ കുറേയൊക്കെ ശരിയാണെന്നുള്ള രീതിയിലൊക്കെ കേട്ടു. പക്ഷെ അയാള് വാർത്തയിൽ കൊടുത്തപ്പോ ഭയങ്കര വിരോധിയായിട്ടാണ് കൊടുത്തത്. അതോടുകൂടി നമ്മൾ പറഞ്ഞു ഇനി അതിനകത്തേക്ക് ഇല്ലാന്ന്. മീഡിയ വണ്ണിൽ ഞാൻ പോയിട്ടുണ്ട്, മാതൃഭൂമിയിൽ പോയിട്ടുണ്ട്, എല്ലായിടത്തും പോയിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഞാനത് ഇവിടെ പ്രാക്ടീസ്, ഇപ്പൊ സർക്കാർ പറഞ്ഞു ഇത് പ്രാക്ടിക്കൽ അല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്ത് ജയിച്ചൊരു കാര്യമാണ്. അവിടെ പറയണേ, എന്റെ ഇവിടെ 20 നായ്ക്കൾക്ക്, എന്റെ ഈ ചുറ്റുപാട് 20 നായ്ക്കളുണ്ട്. 20 നായ്ക്കൾക്ക് ഞാൻ ഇതിനും ഭക്ഷണം കൊടുക്കാറുണ്ട്. 20 നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോ എന്താ പറയുമ്പോ അവർക്ക് ഞാനായിട്ടുള്ള ഒരു ബന്ധമുണ്ട്, സൗഹൃദമുണ്ട്. ഈ മിക്കതും കൊണ്ടു കളഞ്ഞ നായ്ക്കളാണ് കേട്ടോ, അതും കൂടി ഓർക്കണം. മനുഷ്യര് കളഞ്ഞ നായ്ക്കളാണ്. ഇതിനെ ഞാൻ ബെൽറ്റ് ഇട്ടിട്ട്, കാരണം എനിക്ക് ബെൽറ്റ് ഇടാൻ പറ്റും, പിന്നെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ബെൽറ്റ് ഇടാൻ പറ്റും. ഓക്കെ ശരി മാം, ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. എനിക്ക് നിങ്ങളൊരു മെറിറ്റിലേക്കാണ് ഞാൻ വരുന്നത്, നിങ്ങൾ ഇത് ഏറ്റെടുക്കുന്നതിന്റെ മെറിറ്റിലേക്കാണ് ഞാൻ വരുന്നത്. ഈ നായ്ക്കൾക്ക് മാത്രം എന്തുകൊണ്ടാണ് ഒരു പ്രിവിലേജ് നിങ്ങൾ കൽപ്പിച്ചു കൊടുക്കുന്നത്? ലോകത്ത് വിവിധ തരം ജീവജാലങ്ങളുണ്ട്. നമ്മൾ തന്നെ കോഴികൾ ലക്ഷക്കണക്കിന് കോഴികൾ ഡെയിലി കേരളത്തിൽ കൊന്നത്. അല്ല ഞാൻ ചോദിക്കട്ടെ, എന്താണ്, കോഴികളെ നമ്മൾ കൊന്നു തിന്നാറുണ്ട്, ആടിനെ നമ്മൾ കൊന്നു തിന്നാറുണ്ട്, അങ്ങനെ പല തരത്തിലുള്ള ജീവികളെ നമ്മൾ കൊന്നു തിന്നാറുണ്ട്. ഓക്കെ, ഇതിൽ നായ്ക്കളെ മാത്രം അത് മനുഷ്യന് ഉപകാരപ്രദമായത് കൊണ്ടാണ് നമ്മൾ അതിനെ കാരണം മനുഷ്യന് പ്രോട്ടീനും കാര്യങ്ങളൊക്കെ വേണം. ആണ് മനുഷ്യൻ യഥാർത്ഥത്തിൽ, അതുകൊണ്ട് മാംസം കഴിച്ചേ പറ്റൂ. എന്നാൽ ഈ നായ്ക്കൾ മനുഷ്യ ഏറ്റവും വലിയ ഉപദ്രവകാരികളാണ്, അതിനെ കൊന്നെടുക്കണം എന്ന് പറയുമ്പോൾ എന്തിനാണ് നായ്ക്കൾക്ക് മാത്രം എന്താണ് ഒരു പ്രിവിലേജ്? പറയുന്നത് കേൾക്കണം. പക്ഷെ എല്ലാത്തിനും ഉത്തരവുണ്ട്. പറയാം, അങ്ങോട്ട് മാറിയടി പറയുന്നത് കേൾക്കാം, അങ്ങോട്ട് മാറിക്കോ. ഞാൻ പറയുന്നത് കേൾക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30,000 വർഷങ്ങൾക്ക് മുമ്പ് മറ്റെല്ലാ ജീവികളെക്കാൾ ഏറ്റവും കൂടുതൽ മനുഷ്യരോടൊപ്പം സന്തത സഹചാരിയായിട്ട്. ഇതിനൊന്നും ചരിത്രപരമായ തെളിവുകളില്ല, ഇതൊക്കെ നിങ്ങൾ വെറുതെ വാദിക്കുകയാണ്. പശു അതിന്റെ എത്രയോ മുമ്പുണ്ട്. ആട് ഏകദേശം മനുഷ്യന്റെ കുലത്തോടൊപ്പം ആട് മനുഷ്യ കുലത്തോടൊപ്പം തന്നെ മനുഷ്യരൊപ്പം നിന്നതാണ്. ഞാൻ അങ്ങോട്ട് പറയുന്ന ഇതേ അല്ല, നിങ്ങളിപ്പോ 30,000 വർഷം എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യ ചരിത്രത്തിന് പോലും 30,000 വർഷത്തെ പഴക്കമില്ല. ആധുനിക മനുഷ്യന് 30,000 വർഷത്തെ ചരിത്രമില്ലെന്നേ. 30,000 വിട്ടോളൂ. ഞങ്ങള് മനുഷ്യനല്ലാത്ത എല്ലാ ജീവികളെയും കൊല്ലണം എന്ന് പറയുന്ന ആൾക്കാരല്ല. ഞാൻ ആടിനെയും കഴിക്കാറില്ല, പോത്തിനെയും കഴിക്കാറില്ല. ഇത് കഴിക്കുന്ന ആളുകളുണ്ടല്ലോ. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, ഇവിടെ ഭക്ഷണ സ്വാതന്ത്ര്യം ഉണ്ട്, അതുകൊണ്ട് കഴിക്കാതിരിക്കാം.
നായയുടെ കാര്യം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. മനുഷ്യരോട് ഏറ്റവും ഇപ്പം ഭൂമിയെ ചന്ദ്രൻ ചുറ്റിക്കറങ്ങണമായിരിക്കും മനുഷ്യനെ ചുറ്റിക്കറങ്ങിയിട്ടുള്ള മനുഷ്യന്റെ സന്തത സാഹചര്യമായിട്ടാണ് നമ്മൾ നായ്ക്കളെ പൂച്ചകളുണ്ടല്ലോ, പൂച്ചകൾ ഇതേപോലെ മനുഷ്യരൊപ്പം കൂടിയിട്ട് വർഷങ്ങളായി. ഏറ്റവും ചരിത്രപരമായി തന്നെ ആട് മനുഷ്യനോടൊപ്പമുള്ള ജീവിയാണ്. ആട്ടിടയന്മാരായ പ്രവാചകന്മാരെ കുറിച്ച് സെമിറ്റിക് മതങ്ങൾ മുഴുവൻ പറയുന്നുണ്ട്. അപ്പൊ ആടിനെ കൊല്ലുന്നതിനെ കുറിച്ച് അല്ല, ഞാൻ പറയട്ടെ മാം, നിങ്ങൾക്ക് പട്ടിയോട് പ്രത്യേക താല്പര്യം ഉണ്ടാവാം. എന്ന് വെച്ച് എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്ന് നിങ്ങൾക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ. എന്തുകൊണ്ടാണ് താല്പര്യം പറയൂ, ഞങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ ഊഹിച്ചത് എന്താണ്? എനിക്കറിയില്ല നിങ്ങളുടെ താല്പര്യം. നിങ്ങൾക്കൊരു ജീവിയെ ഇഷ്ടപ്പെടാൻ നിങ്ങളുടേതായ കാരണങ്ങൾ ഉണ്ടാവും. അത് എൻ്റെ വിഷയമല്ല. നിങ്ങൾക്ക് അതിന് ഇഷ്ടപ്പെടാൻ നിങ്ങളുടേതായ ന്യായം ഉണ്ടാവും, നിങ്ങളുടേതായ കാരണങ്ങൾ ഉണ്ടാവും. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം, നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയി വളർത്താം, ആരും എതിര് പറയില്ല, ആരും അതിന് എതിർക്കില്ല. പക്ഷേ മറ്റെല്ലാ ആളുകളും നിങ്ങളെപ്പോലെ ആയിരിക്കണം, പട്ടികളെ സ്നേഹിക്കണം, പട്ടികളെ സംരക്ഷിക്കണം എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? പറയൂ. ഞാൻ കാര്യം ചോദിക്കട്ടെ. ഞാനിപ്പോ ചോദിച്ചത് അങ്ങനെയല്ല, ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചത്, നിങ്ങൾ അതിന് മറുപടി പറയും. ഒരു കാര്യം ചെയ്തോളൂ, എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നില്ല, എനിക്ക് ലൈവായിട്ട് ഞാൻ വന്ന് പറഞ്ഞോളാം. അത് ശരിയല്ലല്ലോ. ഞാൻ വളരെ കൃത്യമായിട്ട് ഒരു ചോദ്യം ചോദിച്ചു. നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യ രാജ്യത്ത് ആളുകൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മറ്റുള്ള ആളുകൾക്ക് ഉപദ്രവമില്ലാതെ ജീവിക്കുന്നതിന് ഒരു പ്രയാസമില്ല, ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. എന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പട്ടി സ്നേഹം കാണിക്കാം, പട്ടികളെ സംരക്ഷിക്കാം, പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാം, അതിന് ബെൽറ്റ് ഇടാം, ആരും എതിര് പറയില്ലല്ലോ. നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി വളർത്താം, ഒരു പ്രശ്നമില്ലല്ലോ, ആരെങ്കിലും എതിര് പറയുന്നുണ്ടോ? പക്ഷേ നിങ്ങൾ ചെയ്യുന്ന പോലെ മറ്റെല്ലാ ആളുകളും ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അതിൻ്റെ ന്യായം എന്താണ്? യുക്തി എന്താണ്? പറയൂ. ഹലോ വെച്ചു പോയോ? ആള് വെച്ചു പോയി.